ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അൻസിസ് വേൾഡ്. ഇന്ന് ഞാൻ മധുരപ്രേമികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഒരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട്. നമ്മുടെ ചാനലിന് 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനി നിങ്ങളുടെ എല്ലാവരുടെയും കട്ട സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഹൽവ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ റൈസ് പൗഡർ കൊണ്ടാണ് ഹൽവ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാട്ടോ. ഹൽവ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അരിപ്പൊടിയാണ് കേട്ടോ. ഈ അപ്പത്തിനും അതുപോലെ തന്നെ ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഒരു തേങ്ങയിൽ നിന്നാണ് ഞാൻ തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത്. അതിൽ 1 ഗ്ലാസ് നമ്മുടെ ഒന്നാം പാലും 3.5 ഗ്ലാസ് രണ്ടാം പാലുമാണ്. അങ്ങനെ മൊത്തത്തിൽ 4.5 ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ 3 കട്ടി ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം 6 എടുക്കണം കേട്ടോ. ഇവിടെ മധുരം വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഏറ്റവും കുറച്ചാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തിട്ടുള്ള കാഷ്യൂസ് വേണം. പിന്നെ ഏലക്ക പൗഡർ വേണം. ഈ ഏലക്കാപ്പൊടി അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി. ഞാനിവിടെ യൂസ് ചെയ്യുന്നില്ല. ഇവിടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല കേട്ടോ. ഈ ഒരു സൈസിലുള്ള ശർക്കരയാണ് ഞാൻ 3 എടുത്തിട്ടുള്ളത്. ഇത് മധുരം നല്ല കുറവാണ് കേട്ടോ. 3 ആകുമ്പം നിങ്ങൾ ഒരു മിനിമം 6 എടുക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങാപ്പാലിൽ നിന്ന് കുറച്ച് ഒഴിച്ചിട്ട് അതിൽ നമ്മൾ ആ അരിപ്പൊടി മിക്സ് ചെയ്യണം. കട്ടൊക്കെ നന്നായിട്ട് ഉടച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ബാക്കിയുള്ള തേങ്ങാപ്പാൽ നമ്മൾ ഹൽവ ഉണ്ടാക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. നല്ല അടി കട്ടിയുള്ള പാത്രത്തിൽ തന്നെ ഹൽവ ഉണ്ടാക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു അരിപ്പൊടിയുടെ ആ ഒരു മിക്സില്ലേ, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു അരിപ്പയിലൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിലെ കട്ടൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. ഇനി ആ ഒരു ശർക്കര പാനിയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഒരു 3/4 ഗ്ലാസ് വെള്ളത്തിലാട്ടോ ഈ ഒരു ശർക്കര തിളപ്പിച്ചിട്ടുള്ളത്. ഇനി സ്റ്റവ് ഓൺ ചെയ്യാം. ഇതൊരു തിള വരുന്ന വരെ നമുക്കൊരു ഹൈ ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുക്കാം. തിള വരുന്ന സമയത്ത് നമ്മളത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. പിന്നെ നമ്മൾ ഈ ഒരു ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ പിന്നെ കൈയെടുക്കരുത് കേട്ടോ. പിന്നെ ഒരു മിനിമം 1 മണിക്കൂർ ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇതിപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആ ഒരു 1-ാം പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഫ്ലെയിം മീഡിയത്തിലോട്ട് മാറ്റണം കേട്ടോ. ജസ്റ്റ് ആ തിള വരുന്ന സമയത്ത് തന്നെ ഫ്ലെയിം മീഡിയത്തിലോട്ട് മാറ്റണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഏലക്കാപ്പൊടി ഇടുകയാണെങ്കിൽ ഈ ഒരു സമയത്തേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാനിതിൽ ആദ്യം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാനിവിടെ ടോട്ടൽ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ശർക്കര നെയ്യെല്ലാം വളരെ കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ നല്ല ബ്ലാക്ക് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ശർക്കര കൂടുതൽ എടുക്കണം. അതുപോലെ തന്നെ നെയ്യിലൊക്കെ കിടന്ന് ഇങ്ങനെ ആ ഒരു ഈ മിക്സ് ഇങ്ങനെ കുറുകി വരണം. അപ്പോഴാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ കിട്ടുള്ളൂ. ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ, അതായത് ഏകദേശം ആയിട്ടുണ്ട്, ഈ ഒരു സമയമാകുമ്പോൾ നമ്മളിതിലേക്ക് കാഷ്യൂസ് ആഡ് ചെയ്യാം. ഇത് അതുപോലെ ഇങ്ങനെ ഈ ഒരു പാത്രത്തിൽ ഇങ്ങനെ വിട്ട് കിട്ടും. ആ ഒരു സമയമാകുമ്പോഴാണ് നമ്മളിത് കറക്റ്റ് പരുവായിന്ന് മനസ്സിലാവുക. പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതെ ഇങ്ങനെ കിട്ടും. നെയ്യ് കൂടുതൽ ഒഴിക്കും തോറും അതിങ്ങനെ ഒഴുകി നടക്കും, അവിടെ ഇവിടെ ഒന്നും ടച്ച് ചെയ്യാതെ.
ഞാൻ ഈ ഒരു സമയമാകുമ്പോൾ തന്നെ ഇത് നിർത്താൻ പോവുകയാണ്. ഞാൻ നെയ്യൊന്നും ഒഴിക്കുന്നില്ല. നിങ്ങൾക്ക് ഇനിയും കളർ ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നെയ്യ് ആഡ് ചെയ്തിട്ട് കുറച്ച് സമയം കൂടെ ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാവുന്നതാണ്. അതിനുവേണ്ടി ആദ്യം തന്നെ ആ പാത്രത്തിലൊന്ന് നെയ്യ് തടവി കൊടുക്കാം. എന്നിട്ടത് സെറ്റ് ചെയ്യാൻ വെക്കാം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാഷ്യൂസ് ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. പിന്നെ അത് സെറ്റ് ചെയ്തിട്ട് 2 മണിക്കൂറിന് ശേഷം മാത്രമേ നമ്മളിത് കട്ട് ചെയ്യാൻ പാടുള്ളൂ. മിനിമം 2 മണിക്കൂർ ഇങ്ങനെ വെക്കണം കേട്ടോ. ഞാനിപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. വളരെ ഈസിയാണ് കേട്ടോ. ആകെയുള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ 1 മണിക്കൂർ അത് കൈ എടുക്കാതെ അങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പക്ഷെ നല്ല ടേസ്റ്റാണ്. മധുരം ഇഷ്ടമുള്ള ആൾക്കാർക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. കൂടുതൽ മധുരം നിങ്ങൾ ആഡ് ചെയ്യുക. ഇത് വളരെ കുറച്ച് മധുരം ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ മധുരം വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളത്. അല്ലേ, പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. 2 മണിക്കൂർ മിനിമം നിങ്ങൾ വെക്കണം കേട്ടോ. അത് എന്നിട്ട് അത് കട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴേ അത് സെറ്റ് ആവുള്ളൂ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ അത് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ തുടർന്നും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ എല്ലാം കട്ട സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മധുരത്തിനോട് വലിയ താല്പര്യം ഇല്ലാഞ്ഞിട്ട് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ വീണ്ടും ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് വരുന്നവരെ താങ്ക് യു.